സ്നേഹമുള്ള ഡീക്കൻ ജോമിത്തിന്റെ അപ്പച്ചൻ, അമ്മച്ചി, സഹോദരൻ ജോഷ്വിൻ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർമാരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സ്യമുള്ള കുഞ്ഞുമക്കളെ, ഡീക്കൻ ജോമിറ്റിന്റെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയവും അനുഗ്രഹപ്രദവുമായ ദിവസത്തിന് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നു. മാമോദീസ എന്ന കൂദാശയ്ക്ക് മാതാപിതാക്കൾ കരങ്ങളിൽ കൊണ്ടുവന്ന ഈ കുഞ്ഞ് ഇന്ന് കുമ്പസാരവും കുർബാനയും സ്ഥൈര്യലേപനവും ഒക്കെ കഴിഞ്ഞ് കുദാശയായ പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു. ഡീക്കനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. മാതാപിതാക്കന്മാർക്കും സഹോദരനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്കറിയാം, വിവാഹമെന്ന കുദാശയിലൂടെ ഒരാൾ ഒരു കുടുംബത്തിലെ കാവൽക്കാരനാകുന്നു. എന്നാൽ പൗരോഹിത്യത്തിലൂടെ അനേകം കുടുംബങ്ങളുടെ കാവൽക്കാരനാകുന്നു. ചെറിയ സെമിനാരിയിലൂടെ പഠനത്തിലും അതിനുശേഷം ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും 7 വർഷം ഫിലോസഫിയും തിയോളജിയും റീജൻസിയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കത്തീഡ്രൽ ഇടവകയിൽ ഡീക്കൻ ശുശ്രൂഷയും കഴിഞ്ഞ് ശരിയായി ഒരുങ്ങി ഈ ദിനത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മകന് ഈ ദിനത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഈ ജീവിതത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. എന്തിനാണ് എന്നെ വിളിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് എന്നെ വിളിച്ചു? എന്തിനെന്നെ വിളിച്ചു? ഇതിന് രണ്ടിനും നല്ല ഉത്തരം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പറയുക, അവൻ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. ഈശോ അങ്ങോട്ട് സ്നേഹിച്ചുപോയി. ഈ വൈദികരെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഈശോയെ അങ്ങോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ചോദ്യത്തിന് ഇത്ര ഉള്ളു ഉത്തരം. എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഒരുപാട് സ്നേഹിച്ചു. തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് പേര് ചൊല്ലി വിളിച്ച് അവർ ദൗത്യം ഏൽപ്പിക്കുക. ഇനി എന്തിനാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് അവിടത്തോട് കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനും. ഒന്നാമത്തേത് അവിടത്തോട് കൂടെ ആയിരിക്കുക. എങ്ങനെയാണ് അവിടത്തോട് കൂടെ ആയിരിക്കുന്നത്? അതിനുള്ള മാതൃക ആരാണ്? അത് ഈശോ തന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മുഴുവൻ എടുത്ത് വായിച്ചാൽ ഈശോയെ നമ്മൾ കാണുന്നത് എ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. രാവിലെ പ്രാർത്ഥിക്കുന്നു, രാത്രി പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കുന്നു, സങ്കടം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് പ്രാർത്ഥിക്കുന്ന ഈശോ. അതുകൊണ്ടാണ് ശിഷ്യന്മാരിങ്ങനെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച സമയത്ത് ഗെത്സേമനിലായിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നോടുകൂടെ അല്പനേരെങ്കിലും ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടത്തോട് കൂടെ ആയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിന്. എന്താണ് പ്രസംഗിക്കുന്നത്? നമ്മുടെ ആരുടെയും അജണ്ട ഒന്നുമല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. നമ്മൾ പ്രസംഗിക്കേണ്ടത് ഈശോയെയാണ്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ്, ഈശോയുടെ ജീവിത രീതിയെക്കുറിച്ചാണ്. കടന്നു വന്ന വഴി എങ്ങനെയായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈശോയെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ രസകരമായി സംസാരിക്കും. രസകരമായി സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലേക്ക് പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപ്പ പറഞ്ഞിട്ടില്ലേ എവാഞ്ചലിക് ഔദ്യത്തില്, വാത്സല്യത്തോടുകൂടി ഒരമ്മ കുഞ്ഞിനോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആരെയും മുറിപ്പെടുത്താനല്ല, സാന്ത്വനമായിട്ട് സ്നേഹത്തോടുകൂടി അവരെ വളരെ മാറോട് ചേർത്ത് പിടിച്ച് പറയുന്ന രീതിയിൽ പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിന്
മൂന്നാമതായിട്ട് പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിന്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യത്തില് നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിപ്രകാരം പറയുന്നത്, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കത്തക്ക വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പോകാനും സാധ്യതയുണ്ട്. ഈ ജീവിതത്തിൽ പിശാചുകൾ പല വിധത്തിലുണ്ട്. നമ്മൾ കാണുന്ന രീതിയിലുണ്ട്, കാണാത്ത രീതിയിലുണ്ട്, ദൃശ്യമായ അദൃശ്യമായിട്ടൊക്കെ വരുന്നത്. ആധുനികമായ പല രീതിയിലൊക്കെ പിശാചുകൾ വരുമ്പോൾ ഇവയൊക്കെ തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വരദാനം നമുക്ക് ആവശ്യമാണ്. തിരിച്ചറിവിന്റെ ഡിസേൺമെന്റ് ഓഫ് ദ സ്പിരിറ്റ്. പിശാചുകളെ ബഹിഷ്കരിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാ: എന്തിന് എന്നെ വിളിച്ചു? എന്താണ് ദൗത്യം? നമ്മുടെ കഴിവുകളൊന്നും നോക്കിയിട്ടല്ല. നമ്മളെല്ലാവരും തന്നെ കുറവുകളുള്ളവരാണ്. ഈ പൗരോഹിത്യ ജീവിതത്തിൽ ജോമിറ്റ് ബ്രദറിനെ ഡിക്കന് തിയോളജി ക്ലാസ്സിൽ, പാസ്റ്റർ തിയോളജിയിൽ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഞാൻ സാധാരണഗതിയിൽ 4 കാര്യങ്ങൾ പണ്ട് പഠിച്ചവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടിയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. 4 ഘടകങ്ങളാണുള്ളത് നമ്മുടെ പൗരോഹിത്യത്തിന്: ലിത്തൂജിയ, ഡിയക്കോണിയ, മാർട്ടീരിയ, കൊയിനോണിയ. ലിത്തൂജിയ എന്ന് പറഞ്ഞാൽ ആരാധനക്രമമാണ്. നമ്മളെങ്ങനെയാണ് ഈ ആരാധനക്രമത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, നമ്മൾ കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? അത് ഈശോയുടെ സാന്നിധ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ലിറ്റർജിയ ആരാധനക്രമം ഭംഗിയായിട്ട് ചെയ്യുക, അതിന് വിളിക്കപ്പെട്ട അതൊരു ഘടകമാണ്. അത് മാത്രമല്ല ജീവിതം. ഞാൻ എൻ്റെ കുർബാന കഴിഞ്ഞു, എൻ്റെ കുദാശകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലല്ല. ഇനിയും 3 ഘടകങ്ങളുണ്ട്. രണ്ടാമത്തേത് ഡിയക്കോണിയ. ഡിയക്കോണിയ എന്ന് പറഞ്ഞപ്പോൾ ഡീക്കന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ദൗത്യമാണ്. ശുശ്രൂഷ ദൗത്യം എന്ന് പറഞ്ഞാൽ കാല് കഴുകുവാനായിട്ട് സാധിക്കുക, മറ്റുള്ളവർ ശുശ്രൂഷിക്കുക എന്നുള്ളത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ ചെയ്തത് അത് തന്നെയാണ്. തന്റെ മേലങ്കി അഴിച്ചു മാറ്റി കുനിഞ്ഞ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഈ മേശയിൽ നിന്ന് ആരംഭിക്കുന്ന ശുശ്രൂഷ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ മേശയിൽ നമ്മൾ വിനയത്തോടെ എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടതാണ്. ഇതാണ് രണ്ടാമത്തേത്, ഡിയക്കോണിയ. മർത്തീരിയ എന്ന് പറയുമ്പോൾ സാക്ഷ്യമാണ്, ജീവിത സാക്ഷ്യം. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടാവണം. ജീവിതം കാണിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതം ഇതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം. ഈശോയുടെ ചങ്കോട് ചേർന്ന് നിൽക്കുമ്പോൾ ചങ്കെടുത്ത് കാണിച്ചുകൊണ്ട് പറയണം, ഞാൻ ഇതാ മറ്റൊരു ക്രിസ്തുവായി തീരുകയാണെന്ന്. ഇതാണ് മാർത്തീരിയ. മാർട്ടിടം എന്ന വാക്ക് വരുന്നത് ഇതിൽ നിന്നാണ്. രക്തസാക്ഷി ആകുവാനായിട്ട് വിളിക്കപ്പെട്ടു. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് വേണം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുവാനായിട്ട്. ഇന്ന് ഈ അപ്പനും അമ്മയും ഈ മകനെ വിട്ടുകൊടുക്കുമ്പോൾ മദർ തെരേസ പറഞ്ഞൊരു വാചകമുണ്ട്: മുറിച്ചു കൊടുക്കുമ്പോൾ മുറിവുണ്ടാക്കുന്നതാണ് സ്നേഹം. ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കൊടുക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ നൽകിയിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടുക്കുക, മുറിച്ചു കൊടുക്കുക. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് നമ്മൾ ഉയർത്തി, അപ്പവും വീഞ്ഞും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക, രക്തസാക്ഷിയായി തീരുക. ഇവിടെയാണ് നമ്മുടെ മരണം നടക്കുന്നത്. ഈ അൾത്താരിൽ നിന്ന് ആരംഭിക്കുന്ന മരണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അവസാനത്തത് കൊയിനോണിയ. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ സമൂഹത്തെയും ചേർത്ത് പിടിക്കാനായിട്ടാണ്. എവിടെ ആയിരിക്കുന്നോ അവിടെയൊക്കെ അവിടെ എല്ലാവരും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മകനായി, സഹോദരനായി, അപ്പനായി ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഒരു ഇടവകയിലും നമ്മളായിരിക്കുമ്പോൾ വിഭാഗീയത വരാൻ പാടില്ല. കാരണം കൊയിനോണിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗാണ്. സമൂഹത്തെ, സമുദായത്തെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെന്റെ സ്വന്തമാണ് എന്ന് പറയാൻ സാധിക്കാം. ഇതാണ് കൊയിനോണിയ. ഈ 4 ഘടകങ്ങൾ മാത്രം
മകൻ പ്രത്യേകിച്ച് ഡിക്കൻ ജോമിറ്റി എന്ന് ഓർക്കുക. ലിറ്റുജിയ, ഡിയക്കോണിയ, മർത്തീരിയ, കൊയിനോണിയ. പ്രത്യേകമായിട്ട് ഇന്ന് പ്രിയപ്പെട്ട ഡിക്കൻ ജോമിറ്റ് ഈശോയുടെ ചങ്കോട് ചേർന്ന് കിടക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യജീവിതത്തിൽ ഇത് നിവർത്തിതമാക്കണം. മറ്റാരുടെയും ചങ്കിലോടല്ല ചേർന്ന് നിൽക്കേണ്ടത്, ഈശോയുടെ ചങ്കോട് ചേർന്ന് നിൽക്കണം. ജീവിതത്തിന്റെ കാൽവരി അനുഭവങ്ങളിലും പീഡാനുഭവങ്ങളിലും കുരിശിന്റെ വഴിയിലുമൊക്കെ അമ്മയുടെ മടിയിൽ കിടക്കുവാനുള്ള സന്നദ്ധയുണ്ടാവണം. പരിശുദ്ധ അമ്മയോട് ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മേ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പറയണം. എന്നാൽ ഈ ജീവിതത്തിലെ ലക്ഷ്യം ദൈവപിതാവിന്റെ വലതുഭാഗത്തേക്കാവൂ എന്നതാണ്. പിതാവിന്റെ മടിത്തത്താണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഡിക്കൻ ജോമിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ജോമിറ്റിന്റെ പേര് ആരംഭിക്കുന്നത് ജെ എന്നാണ്. ഞാൻ ഈ ജെയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തായിരിക്കാം ജോമിറ്റിന് കൊടുക്കേണ്ട ഒരു മറ്റൊരു ചിന്ത, അല്ലെങ്കിൽ ആ പേരിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയതാണ് ഓർക്കുന്നത്. ജീസസ്, യു ഹാവ് ടു ബി ജീസസ്. ഈശോയെ പോലെ ആവുക. അതോടൊപ്പം തന്നെ മറ്റൊരു വാക്കും കൂടിയുണ്ട്, ജോയ്. എവിടെ ആയിരിക്കുന്നു അവിടേക്ക് സന്തോഷം കൊടുക്കുക. ഈശോയാവുക, സന്തോഷം കൊടുക്കുക. ഇതാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രിയപ്പെട്ട ജോമിറ്റിനോട് പറയുവാനുള്ളത്. പ്രിയപ്പെട്ട ജോമിറ്റിന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രങ്ങളെ, സഹോദര, വീട്ടിൽ നിന്നും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിപ്പോന്നവനാണ് ഈ മകൻ. അവനെ ദൈവത്തിനും ദൈവജനത്തിനുമായിട്ട് വിട്ടുകൊടുക്കുക. ഇനി മുതൽ അവൻ നിങ്ങൾക്ക് മാത്രമല്ല സ്വന്തം, എല്ലാവരുടെയുമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നിടത്ത്, അല്ലെ ഞങ്ങൾ ചെയ്യുന്ന പോലെ, ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കരുതെന്ന് ഈശോ പറഞ്ഞില്ല. മറിയത്തോട് പറഞ്ഞ് എന്നെ പിടിച്ചു വലിക്കല്ലേ, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 11-ാം വാക്യം മുതലുള്ള വാചകങ്ങള് വീണ്ടും ദൈവജനത്തെ, പ്രത്യേകിച്ച് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്ന ഭാഗം തന്നെയാണ്. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ വിജയം അവരുടേതായിരുന്നു. മോശയുടെ കരങ്ങൾ കുഴഞ്ഞപ്പോൾ അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകന്റെ കരങ്ങൾ കുഴഞ്ഞ് പോകാതിരിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അത് കരം താങ്ങി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഈ ആഘോഷം മാത്രമല്ല, ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ബലിയായി തീരുവാനായിട്ട്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ദൈവം നൽകിയിരിക്കുന്ന ഓരോ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട്, ഇഷ്ടപ്പെട്ട ഈശോയുടെ ആ തിരുനാളിന്റെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് അവനെ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഈ പ്രിയ മകനെ വിട്ടുകൊടുക്കാം. ദൈവാനുഗ്രഹം ഒരുപാടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.